ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെയാണ് ഞങ്ങൾ. അപ്പം കുറച്ച് സാധനം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. രാവിലെ ആയപ്പോൾ തന്നെ ചിക്കനും മറ്റു കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഇപ്പോൾ പോയി മേടിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ അതിൻ്റെ ബാക്കി പണിയിലേക്ക് കിടന്നു. ഞാൻ ഇതിലേക്കൊന്നും കൂടിയിട്ടില്ല, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നിന്നത്. ഉമ്മയും താത്തയും കൂടി തന്നെയാണ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കോഴി പൊരിക്കാനുള്ള കോഴി മസാല തേച്ച് വെക്കുകയാണ്. കാരണം വൈകുന്നേരം ആ ടൈം ആകുമ്പോൾ എടുത്ത് പൊരിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കോഴി മസാല തേക്കുന്ന പരിപാടി കഴിഞ്ഞതിന് ശേഷം അടുത്തത് പിന്നെ ബീഫ് ഫ്രൈക്കുള്ളതായിരുന്നു. ബീഫ് ഫ്രൈ റെഡിയാക്കി, ബീഫ് ഇഷ്ട് റെഡിയാക്കി, പിന്നെ ചിക്കൻ കറിയും കോഴി പൊരിച്ചതും ബിരിയാണിയും ഒക്കെ ആയിരുന്നു. വെള്ളപ്പം, നൂൽപുട്ടും പൊറാട്ടയും പത്തിരിയും എല്ലാം ഉണ്ടായിരുന്നു. ജ്യൂസായിട്ട് വത്തക്ക ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും അങ്ങനെ ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരുന്നു. പലഹാരങ്ങളാണെങ്കിലും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നോമ്പ് തുറയാണ് എൻ്റെ പിയാപ്പിളിൻ്റെ. കാരണം കല്യാണം കഴിഞ്ഞ ഒരു നോമ്പിനും ആൾ നാട്ടിലുണ്ടാവില്ല, ജോലി സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റായിട്ടാണ് നോമ്പിന് നാട്ടിലുള്ളത്. അതുകൊണ്ട് നോമ്പ് തുറ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും കുറയ്ക്കേണ്ട എല്ലാ കാര്യങ്ങളും വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഒരു ഉച്ചയൊക്കെ ടൈം ആയപ്പോഴത്തേന് തന്നെ ഉപ്പയും അനിയത്തിയും ഒക്കെ ടേബിളും കസേരയും മേശയും കാര്യങ്ങളൊക്കെ മുകളിൽ ഇടാൻ തുടങ്ങി. കാരണം ടെറസിൻ്റെ മുകളിലാണ് പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ടേബിളും കസേരയൊക്കെ ഇട്ടു. വെള്ളം കാര്യങ്ങൾ കൈ കഴുകാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ടെറസ്. അപ്പം അവിടെ ഷീറ്റ് ഇട്ടത് കൊണ്ട് തന്നെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ജ്യൂസ് ഞാനാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും താത്തൻ്റെ ഹസ്ബൻഡും എല്ലാവരും കൂടിയൊക്കെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അധികം വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബേബീൻ്റെ അടുത്തായിരുന്നു ഞാൻ അധികം ടൈമും. അങ്ങനെ പലഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ നോമ്പ് തുറന്ന് പലഹാരങ്ങളൊക്കെ കഴിച്ച് നോമ്പ് തുറന്ന് എല്ലാവരും പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ